ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബ്രദറിൻ്റെ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ജ്ഞാനത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ എല്ലാ ടോക്കുകളിലും ജ്ഞാനത്തെക്കുറിച്ച് എന്തുമാത്രം പറഞ്ഞാലും തൃപ്തി വരാതെ ആശയങ്ങൾ അതിൻ്റെ ആഴത്തിലോട്ട് കടന്നു ചെന്ന് പങ്കുവയ്ക്കുന്നത് എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. എല്ലാ ദിവസവും കമ്മ്യൂണിറ്റി പ്രേയേഴ്സിന് മുമ്പ് ഞാൻ ചാപ്പലിൽ എത്തുവാണെങ്കിൽ സാഷ്ടാംഗം പ്രണമിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9 അധ്യായം ഞാൻ വ്യക്തിപരമായിട്ട് എല്ലാ ദിവസവും ചൊല്ലാറുണ്ട്. ലേറ്റായാൽ ഞാൻ ചൊല്ലാറുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിനെ പേഴ്സണലൈസ് ചെയ്ത് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്, ഈശോ ജീവിതത്തിൽ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയ ആ നിമിഷങ്ങളിൽ അന്നൊക്കെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റാതെ പോയ ആ സാഹചര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ എനിക്ക് കടന്നു വന്ന്. അപ്പോൾ അതൊരു വലിയൊരു തിരിച്ചറിവായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച്. എന്നൊക്കെ ജ്ഞാനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഴമായിട്ട് പ്രാർത്ഥിച്ച് കടന്നു പോയിട്ടുണ്ടോ, അവിടെയൊക്കെ തമ്പുരാൻ ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളുമായിട്ട് കടന്നു പോകുന്ന സാഹചര്യങ്ങളും, എന്നൊക്കെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ പോയോ അന്നൊക്കെ ഞാനറിയാതെ എൻ്റെ ജീവിതത്തിൽ അബദ്ധങ്ങളുമായിട്ട് കടന്നു വന്ന ആ ഒരു വലിയൊരു തിരിച്ചറിവിലേക്ക് കടന്നു വരാം. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യതയെക്കുറിച്ച് കടന്നു വരാനായിട്ടുള്ളൊരു വലിയ ചിന്ത ഈശോ നൽകി. പിന്നെ എനിക്ക് ബ്രദർ ഷെയർ ചെയ്തതിനകത്ത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു അനുഭവം, നമ്മൾ സാധാരണ കോൺവെൻറ്റുകളിലേക്ക് ചെല്ലുമ്പം ആദ്യം ചാപ്പലിൽ ചെല്ലും, അത് കഴിഞ്ഞ് റെഫക്ടറി ചെല്ലും, എല്ലാവരോടും ഹായ് ബായ് പറഞ്ഞു പോകും. ഒപ്പം ബ്രദർ ഒന്ന് പറഞ്ഞുണ്ട്, നമ്മൾ ലൈബ്രറിയിലും കൂടെ കയറിയിട്ട് ഒരു പുസ്തകം കൂടെ എടുക്കണമെന്ന്. ഒരുപാട് വായിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകളായിട്ട് കടന്നു പോകുമ്പം ഇതൊക്കെ നമ്മുടെ നിന്ന് അന്യം നിന്ന് പോകുന്നത് പോലൊരു ചിന്ത, അതൊക്കെ ഒന്ന് തിരിച്ചറിയാനായിട്ട് വീണ്ടും ഈ ഒരു ആധ്യാത്മിക ഗ്രന്ഥ പാരായണത്തിലൂടെ എന്തുമാത്രം നമുക്ക് എൻറിച്ച്ഡ് ആകാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് ഞാനും എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളൊക്കെ ഒരു തിരിച്ചറിവ്. നമ്മുടെ സ്ഥാപകന്മാർ അതാണല്ലോ പറഞ്ഞു വയ്ക്കുന്നത്, വായനമേൽ ഇഷ്ടമുണ്ടായാൽ ഏകാന്തത്തിന്മേൽ താല്പര്യമാകും, ഏകാന്തത്തിലിരിക്കുന്ന ഒരു ആത്മാവിനെ കാണാനായിട്ട് ഈശോമിശിഹ എഴുന്നള്ളി വരും, അപ്പോൾ തൻ്റെ മണവാട്ടിയെ അവിടെ വെച്ച് അവൾ പുതിയ വീഞ്ഞു കുടിപ്പിക്കുമെന്നൊക്കെ. അപ്പോൾ സ്ഥാപകന്മാർ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് ഒന്നുകൂടെ ഒന്ന് തിരിച്ചറിയാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവത്തിലൂടെ കടന്നു വരാനൊക്കെ ആയിട്ട് സാധിച്ചു. ഒത്തിരി നന്ദി.